അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മഞ്ചേരിയിൽ നിന്നും സക്കീർ ഹുസൈൻ ചോദിച്ചിട്ടുള്ള ചോദ്യം ഇൻസ്റ്റാൾമെന്റായി മൊബൈലും മറ്റ് സാധനങ്ങളും വാങ്ങുന്നതിന്റെ വിധി എന്താണ് എന്നതാണ്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. ഇൻസ്റ്റാൾമെന്റായി വാങ്ങുമ്പോൾ വില അധികമായി വാങ്ങുക എന്നത് പലിശയുടെ ഇനത്തിൽപ്പെട്ടതാണ് എന്ന് ചെറിയ ഒരു വിഭാഗം പണ്ഡിതന്മാരും, ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഭൂരിപക്ഷ പണ്ഡിതന്മാർ ഇത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള കച്ചവട രീതികളിൽ ഒന്നാണ്, അത് പലിശയല്ല എന്നും പ്രസ്താവിച്ചതായി കാണാം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഈ വിഷയകമായി ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം നൽകിയിട്ടുള്ള ഫത്വ അദ്ദേഹത്തിന്റെ ഫത്താവയിൽ 19-ാം വാള്യം 48-ാമത്തെ പേജിൽ 39-ാം ചോദ്യത്തിനുള്ള മറുപടിയായി നമുക്ക് കാണാൻ സാധിക്കും. അതിലുള്ള ചോദ്യം ഇതാണ്: ഒരാൾ ഒരു കീസ് പഞ്ചസാര വിൽക്കുന്നു, അത് പണം പിന്നീടാണ് നൽകുന്നത്. അപ്പോൾ 150 റിയാൽ ഇതിന് കച്ചവടക്കാരൻ ഈടാക്കുന്നു. എന്നാൽ റൊക്കമായി വിൽക്കുകയാണെങ്കിൽ അതിന് 100 റിയാലിനാണ് വിൽക്കുന്നത്. ഇത് അനുവദനീയമാണോ? ഇതിന്റെ വിധി എന്താണ് എന്നതാണ് ചോദ്യം. ചോദ്യത്തിന് മറുപടിയായി ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത് ഇത് കുഴപ്പമില്ലാത്ത ഇടപാടാണ്. അവധി കച്ചവടം എന്നത് ഇത് മുസ്ലിങ്ങൾ അനുവദനീയമായി കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് എന്ന് മാത്രമല്ല, അത് അനുവദനീയമാണ് എന്നത് മുസ്ലിങ്ങളിൽ നിന്ന് ഇജ്മാ ആയ നിലക്ക് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. എന്നാൽ അപൂർവം ചില പണ്ഡിതന്മാർ ഇങ്ങനെ അവധി കച്ചവടത്തിന് പണം അധികം ഈടാക്കുക എന്നത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാനുള്ള കാരണം ഇത് പലിശയുടെ ഇനത്തിൽപ്പെടും എന്ന് അവർ ധരിച്ചത് കൊണ്ടാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് പലിശയിൽപ്പെട്ടതല്ല. കാരണം ഒരു വസ്തു കച്ചവടക്കാരൻ അവധിക്ക് വിൽക്കുന്നതും റൊക്കമായി വിൽക്കുന്നതും രണ്ടും രണ്ട് തരത്തിലുള്ളതാണ്. ഇവിടെ അവധി കച്ചവടം നടത്തുന്ന ആൾക്ക് അവധി കച്ചവടം കൊണ്ട് അയാൾക്ക് ഉപകാരമുണ്ടാകുന്നു. വാങ്ങുന്ന ആൾക്ക് തൻ്റെ കയ്യിൽ പണമില്ലാത്തതിന് സാവകാശത്തിലൂടെ പണം നൽകാൻ സാധിക്കുന്നു എന്ന ഉപകാരവും അയാൾക്ക് ലഭിക്കുന്നു. രണ്ട് ആളുകളും, വാങ്ങുന്നവനും വിൽക്കുന്നവനും, ഇവിടെ ഈ ഇടപാട് കൊണ്ട് ഉപകാരമെടുക്കുന്ന ആളുകളാണ്. തുടർന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഇത് അനുവദനീയമാണ് എന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ സൈനിക സജ്ജീകരണം നടത്തുന്നതിന് വേണ്ടി അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുമതലപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ ഒട്ടകങ്ങളെ കിട്ടാതെ വന്നപ്പോൾ, അല്ലെങ്കിൽ അതിന് പ്രയാസം അനുഭവപ്പെട്ടപ്പോൾ 2 ഒട്ടകങ്ങൾക്ക് പകരം 1 ഒട്ടകത്തെ സ്വീകരിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു. ഇത് സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചേർത്തുകൊണ്ടാണ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അബൂദാവൂദ് 3357 നമ്പർ ഹദീസായി ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹദീസ് അതിന്റെ സനദ് ദഈഫാണ് എന്ന് അബൂദാവൂദിന്റെ തഹ്ഖീഖിൽ ഷെയ്ഖ് അൽബാനി രേഖപ്പെടുത്തി എങ്കിലും മറ്റൊരു സനദിലൂടെ അത് സ്ഥിരപ്പെട്ടതുകൊണ്ട് ഇർവാഉൽ ഖലീലിൽ ഹസനാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയത് കാണാം. ഇതേ ഹദീസ് വെച്ചുകൊണ്ട് ഇത്തരം രീതി അനുവദനീയമാണ് എന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭാഗങ്ങൾ, ഈ പറഞ്ഞ ഹദീസ് സംബന്ധിച്ച ചർച്ച ഇബ്നു ബാസിന്റെ ഫത്വയിലുള്ളതല്ല, അത് മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. തുടർന്ന് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, സൂറത്തുൽ ബഖറയിലെ കടമിടപാടുമായി ബന്ധപ്പെട്ട ആയത്തിന്റെ പരിധിയിൽ ഇത് ഉൾപ്പെടുന്നതാണ്. കാരണം ഇവിടെ ഈ കച്ചവടം കടമിടപാടിൽ പെടുന്നതാണ്. അതായത് അവധിക്കാണല്ലോ വസ്തു വിൽക്കുന്നത്, പണം പിന്നെയാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിന്റെ പരിധിയിൽ ഈ കച്ചവടം ഉൾപ്പെടും. ഇനി ഇതിന് സമാനമായ ഒരു രീതി ഹദീസുകളിൽ വളരെ വ്യക്തവുമാണ്. അതായത് മുൻകൂർ കച്ചവടം, അവധി കച്ചവടത്തിന് എതിരായി വരുന്ന ഒരു സംഗതിയാണ്, അല്ലെങ്കിൽ അതിന്റെ വിപരീതമായ ഒരു കാര്യമാണ് മുൻകൂർ കച്ചവടം എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസം. മുൻകൂർ കച്ചവടത്തിൽ പണം ആദ്യം നൽകുന്നു, വസ്തു പിന്നീട് നൽകുന്നു. ഇതാണ് സലം എന്ന് സാങ്കേതികമായി ഫിഖ്ഹിൽ പറയുന്ന മുൻകൂർ കച്ചവടം എന്ന് പറയുന്നത്. ഈ കച്ചവടത്തിൽ റക്കമായി വസ്തു വിൽക്കുമ്പോൾ കിട്ടുന്ന വില വസ്തുവിന്റെ ഉടമസ്ഥന് ലഭിക്കുന്നില്ല, അവധിക്കാണ്. അതായത് പിന്നീടാണ് വസ്തു കൈമാറുന്നത് എന്നതും പണം മുൻകൂറായി നൽകുന്നു എന്നതുകൊണ്ടും പണം നൽകുന്ന ആൾ വസ്തുവിന്റെ വിലയിൽ കുറവ് വരുത്തുന്നു. ഇതേപോലെ തന്നെയാണ് അവധി കച്ചവടത്തിലും എന്നത് ഇബ്നു ബാസ് തന്റെ ഫത്വയിൽ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. ഈ വിഷയം പരിശോധിക്കുമ്പോൾ മുൻകൂർ കച്ചവടം ഹദീസിൽ അനുവദിക്കപ്പെട്ടതാണ്. അതിന് സമാനമായ രീതികളാണ് അവധി കച്ചവടത്തിലും വരുന്നത്. അതായത് മുൻകൂർ കച്ചവടത്തിൽ വിൽക്കുന്ന ആൾക്ക് വില കുറയുന്നു,
അവധി കച്ചവടത്തിൽ അയാൾക്ക് പണം പിന്നീടാണ് ലഭിക്കുന്നത് എന്നതുകൊണ്ട് വസ്തുവിന് കൂടുതൽ വില ലഭിക്കുന്നു. ആ നിലക്ക് ഇത് അനുവദനീയമാണ് എന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് അദ്ദേഹം മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ ഫത്താവ നൂറുൻ അല ദർബ് എന്ന പരിപാടിയിൽ 139 ഒരുപാട് കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ കാര്യം വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. എന്നാൽ ഇസ്ലാമിക് ഫിഖ്ഹ് കൗൺസിലിന്റെ ഫത്വകളിൽ അതിൻ്റെ 109 പേജിൽ ഈ കാര്യം അനുവദിച്ചുകൊണ്ട് പറഞ്ഞ കൂട്ടത്തിൽ മൂന്നാമതൊരു കാര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇൻസ്റ്റാൾമെന്റായി വാങ്ങുമ്പോൾ അവധി തെറ്റിയാൽ, പണം അടക്കേണ്ടുന്ന വ്യക്തി അവധി തെറ്റുകയാണെങ്കിൽ അയാളോട് ഏതെങ്കിലും തരത്തിലുള്ള വർധനവ് വരുത്താൻ അല്ലെങ്കിൽ കൂടുതൽ തരണം എന്ന് നിർബന്ധിക്കാൻ വിറ്റ ആൾക്ക് അവകാശമില്ല. അവധി തെറ്റിയതിന്റെ പേരിൽ കൂടുതൽ പണം ഈടാക്കുകയോ മറ്റോ ചെയ്താൽ അത് മുൻകൂട്ടി നിശ്ചയിച്ചാണെങ്കിലും ശരി, അല്ലെങ്കിലും ശരി, അത് ഹറാമായ പലിശയുടെ ഇനത്തിൽപ്പെടുന്നതാണ് എന്ന് വ്യക്തമാക്കിയതായി കാണാം. ഷെയ്ഖ് ഉസൈമീന്റെ ഫത്വയിലും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിന് സമാനമായ ഒരു രീതി. ഒരാൾ 5000 റിയാലിന് വിലയുള്ള ഒരു വാഹനം അവധിക്ക് നൽകുന്നു. അവധി എത്തുമ്പോൾ വാങ്ങിയ ആൾക്ക് പണം നൽകാൻ സാധ്യമല്ലാതെ വരുമ്പോൾ അയാൾ വിറ്റ ആളെ സമീപിക്കുന്നു, എനിക്ക് അല്പം കൂടി അവധി നീട്ടിത്തരണം. അപ്പോൾ വിറ്റ വ്യക്തി പറയുന്നു, അവധി നീട്ടിത്തരാം, പക്ഷേ അതിന് 1000 റിയാൽ കൂടി കൂടുതൽ തരണം, അല്ലെങ്കിൽ പൈസ വർദ്ധിപ്പിച്ചു പറയുന്നു. എങ്കിൽ അത് പാടില്ലാത്തതാണ്. ലാ ശക്ക അന്നഹു റിബൻ വലാ യഹില്ലു, അത് പലിശയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല, അനുവദനീയമല്ല. ഇത് അവധി തെറ്റുമ്പോൾ പൈസ കൂടുതൽ വാങ്ങുന്ന രീതിയെക്കുറിച്ചാണ് ഇവിടെ ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ ഫിഖ്ഹ് കൗൺസിലിന്റെ തീരുമാനമനുസരിച്ച് മുൻകൂട്ടി നിശ്ചയിച്ചുകൊണ്ടോ നിശ്ചയിക്കാതെയോ അവധി തെറ്റിയാൽ വാങ്ങുന്ന വ്യക്തിയോട് കൂടുതൽ പണം വാങ്ങുക എന്നതും അനുവദനീയമല്ല. അപ്പൊ ആ നിലയിലല്ലാതെ അവധി നിശ്ചയിച്ചു എന്നതിന്റെ പേരിൽ വസ്തുവിന് വില മുൻകൂട്ടി റക്കം വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ വില നിശ്ചയിച്ചുകൊണ്ട് വിൽപ്പന നടത്തുകയോ അങ്ങനെ വാങ്ങുകയോ ചെയ്യുന്നത് ഹറാമല്ല എന്നതാണ് ഈ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിലും പണ്ഡിതാഭിപ്രായങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.